കരയിലേക്ക് ഒരു കടൽ ദൂരം എന്ന ഈ ചിത്രം സംഗീത പ്രധാനമാണ്. 5 ഗാനങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. കവിതയ്ക്ക് സംഗീതം എന്നാദ്യമേ നിശ്ചയിച്ചതിനാൽ വരികൾ എഴുതിയതിനു ശേഷമാണ് ഇതിലെ എല്ലാ ഗാനങ്ങളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ONV സാറും ശ്രീ M ജയചന്ദ്രനും സംവിധായകൻ ശ്രീ വിനോദ് മങ്കരയും ചേർന്നൊരുക്കിയ 2 ഗാനങ്ങൾ ഈ ചിത്രത്തിലുണ്ട്. അതുതന്നെയാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. ഇതിനു പുറമെ ഈ ചിത്രത്തിൽ കവി K സച്ചിദാനന്ദൻ്റെ ഒരു ഗസലുണ്ട്. മലയാള സിനിമയിലേക്ക് സച്ചിദാനന്ദൻ സാറിൻ്റെ തുടക്കവുമാണിത്. സംവിധായകൻ ശ്രീ വിനോദ് മങ്കര എഴുതിയ മറ്റൊരു ഗാനവും ശ്രീ ജനാർദ്ദനൻ പുതുശ്ശേരി സംഗീതവും ആലാപനവും നിർവഹിച്ച ഒരു നാടൻ പാട്ടുമാണ് ചിത്രത്തിലെ മറ്റു വിഭവങ്ങൾ. മലയാളത്തെ സ്നേഹിക്കുന്ന, സംഗീതത്തെ നെഞ്ചോട് ചേർക്കുന്ന, എല്ലാത്തിനുമുപരി പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു തലമുറയ്ക്ക് മുന്നിൽ ഈ ഗാനങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. മലയാളത്തിൻ്റെ പ്രിയ കവി ശ്രീ ONV കുറുപ്പ് കരയിലേക്ക് ഒരു കടൽ ദൂരം എന്ന ചിത്രത്തിൻ്റെ ഗാനങ്ങൾ റിലീസ് ചെയ്ത ചടങ്ങാണിപ്പോൾ. ചിത്രത്തിലെ പ്രധാന നടീനടന്മാർ ഇത് ഏറ്റുവാങ്ങുന്നു. ഋതുദേവതയായ അരികിൽ നിൽക്കേ, അരികിൽ നിൽക്കേ, ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖിനിയൻ. ഋതുദേവതയായ അരികിൽ നിൽക്കേ, നീ എന്നരികിൽ നിൽക്കേ. ഇനി ഈ ചിത്രത്തിലെ ഗാനങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ONV സാറും M ജയചന്ദ്രനും കൂടി ചിട്ടപ്പെടുത്തിയ ഹൃദയത്തിൽ മധുപാത്രം എന്ന ഗാനം ആദ്യത്തേത്. ഗാനത്തെക്കുറിച്ച് പ്രശസ്ത ചലച്ചിത്ര ഗാന നിരൂപകൻ ശ്രീ TP ശാസ്ത്രമംഗലം ഇപ്പോൾ സംസാരിക്കുന്നു. മാന്യ സദസ്സിന് നമസ്കാരം. ONV സാറിൻ്റെ ഗാനങ്ങൾക്കൊരു മുഖവര ആവശ്യമില്ല. നിളാനദിയുടെ നൈർമല്യവും ഇളനീരിൻ്റെ മധുരവും പനിനീരിൻ്റെ സുഗന്ധവും പനിനീർപ്പൂവിൻ്റെ സൗന്ദര്യവും ഒത്തിണങ്ങിയ ഗാനങ്ങളാണവ. ഗാനവും കവിതയും തമ്മിലുള്ള അതിർവരമ്പ് അത് എത്ര നേർത്തതാണെങ്കിലും ONV സാറിൻ്റെ തൂലികയിലൂടെ പുറത്തു വരുമ്പോൾ അത് അലിഞ്ഞലിഞ്ഞ് ഇല്ലാതായിത്തീരുന്നു. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ സംഗീതാത്മകതയും ഗാനങ്ങളിൽ കാവ്യാത്മകതയും പരസ്പര പൂരകങ്ങളാണ് എന്ന്
ഏത് ഗാനം എടുത്താലും ഏത് കവിത എടുത്താലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വ്യക്തമാണ്. ഈ ചിത്രത്തിലെ ഗാനങ്ങളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. പ്രത്യേകിച്ചും ഇത് എഴുതി ഈണം ഇട്ടതിനാൽ ഈ ഗാനത്തിന് ഒന്നുകൂടി മാറ്റി വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ യേശുദാസ് പാടിയതായി നാം കേട്ട ആ ഗാനം അതിമനോഹരം എന്ന് പോലും, അല്ലെങ്കിൽ അതിനപ്പുറമുള്ള വാക്കുകൾ കൊണ്ട് വേണം വിശേഷിപ്പിക്കാൻ. ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു എന്ന ആ തുടക്കം തന്നെ നമ്മളെ പിടിച്ചിരുത്താൻ പാകത്തിലുള്ളത്. ഹൃദയത്തിൻ്റെ മധുപാത്രം നമ്മളിലെല്ലാം ഉണ്ട്. പക്ഷേ ആ മധുപാത്രം എപ്പോഴാണ് നിറയുന്നത് എന്ന് ONV സാറ് തൻ്റെ വരികളിലൂടെ വ്യക്തമാക്കുന്നു. സഖി നീ എൻ്റെ അരികിൽ നിൽക്കേ. എങ്ങനെയാണ് അരികിൽ നിൽക്കേ? ഋതുദേവതയായ അരികിൽ നിൽക്കേ. എല്ലാ ഋതുക്കളും ദേവതയായി മാറിയ നായിക അങ്ങനെ അരികിൽ നിൽക്കുമ്പോൾ ആ നായികയെ ഒന്ന് നോക്ക് കാണാൻ ആരും കൊതിച്ചു പോകും വിധത്തിൽ അത്രയ്ക്ക് ഉദാത്തമായ രീതിയിലാണ് അദ്ദേഹം ഇതിൻ്റെ രചന നിർവഹിച്ചത്. എനിക്ക് തോന്നുന്നു ONV സാറും ദേവരാജൻ മാസ്റ്ററും കുറച്ചു കാലം ഒരുമിച്ച് സംഗീത സംവിധാനം നിർവഹിക്കാതിരിക്കുകയും പിന്നീട് അവരുടെ പുനഃസമാഗമം സാധ്യമാക്കുകയും ചെയ്ത നീ എത്ര ധന്യ എന്ന സിനിമയിലെ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന ഗാനത്തിന് ശേഷം പിറന്ന ഏറ്റവും നല്ല ഗാനമാണ് മലയാളിക്ക് ലഭിച്ച ഈ പാട്ട്. ONV സാറും ജയചന്ദ്രനും ഒരുമിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് പ്രഗത്ഭരുടെ സമാഗമം നടക്കുന്നു എന്നത് നമുക്ക് എടുത്തു പറയാവുന്നതാണ്. ഇതിലെ വരികളെല്ലാം അതിമനോഹരമാണ്, എടുത്തു പറയേണ്ടതില്ല, ഇവിടെ അതിനുള്ള അവസരവുമല്ല. എങ്കിലും ഇതിലെ ഒന്ന് രണ്ട് അംശങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പിൻവാങ്ങാം. ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖി നീ ഋതുദേവതയായി അരികിൽ നിൽക്കേ, നീ എന്നെ അരികിൽ നിൽക്കേ. അരികിൽ നിൽക്കുമ്പോഴാണ് ഹൃദയത്തിൻ്റെ മധുപാത്രം നിറയുന്നതെന്ന സങ്കല്പം തന്നെ പുതുമയുള്ളതാണ്. ആ സങ്കല്പം മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാക്കി മാറ്റാൻ നമ്മുടെ പ്രിയപ്പെട്ട കവിക്ക് കഴിഞ്ഞിരിക്കുന്നു എന്ന ചാരിതാർത്ഥ്യം ഞാനിവിടെ പങ്കുവെച്ചുകൊള്ളട്ടെ. അടുത്ത പറയൂ നിൻ കൈകളിൽ കുപ്പി വളകളോ മഴവില്ലിൻ മണിവർണ്ണ പൊട്ടുകളോ അരുമയാം നെറ്റിയിൽ കാർത്തിക രാവിന്റെ അണിവിരൽ ചാർത്തിയ ചന്ദനമോ. ഓരോ വാക്കും അളന്നു തൂക്കി പ്രയോഗിക്കുക എന്നൊക്കെ പറയുന്ന വിധത്തിൽ അദ്ദേഹം ഇങ്ങനെ വളരെ വേഗത്തിൽ വളരെ പെട്ടെന്ന് എഴുതി വിടുന്നതാണെങ്കിൽ പോലും മലയാളത്തിന്റെ മാനം കാക്കുന്ന കവി എന്ന് നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ തോന്നിപ്പോകും. അദ്ദേഹത്തെ എഴുതിക്കൊണ്ട് തന്നെ ഈ ത്രിസന്ധിയെ സാക്ഷി നിർത്തി പറയട്ടെ, അദ്ദേഹം മലയാളത്തിന്റെ പുണ്യമാണെന്ന് പറയാൻ തോന്നിപ്പോകുന്ന വിധത്തിൽ അത്ര നല്ല വരികളാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് ഞാൻ നിങ്ങളെ എല്ലാവരെയും സാക്ഷി നിർത്തി പറയുകയാണ്. ഇതിലെ പിന്നെ ഓരോ വരിയും അതിമനോഹരമാണ്. ഒരു കൃഷ്ണ തുളസിതൻ നൈർമല്യമോ നീ ഒരു മയിൽപീലിതൻ സൗന്ദര്യമോ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു പഴയകാല ചലച്ചിത്ര ഗാന സാഹിത്യ ചരിത്രത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തോന്നിപ്പോകും. അത്രമാത്രം ആ വരികളുടെ ആശയവും സംഗീതവും ഒത്തുചേർന്നിരിക്കും. ദേവരാജൻ മാസ്റ്റർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം വരികൾക്ക് ഈണമിടുകയല്ല, നല്ല കവിത കിട്ടിയാൽ അതിന് സംഗീതത്തിന്റെ ഒരു അടിവരയിടുക മാത്രമാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. തീർച്ചയായും എം ജയചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നല്ല മനോഹരമായ ഒരു കവിത കയ്യിൽ വന്നപ്പോൾ സംഗീതത്തിന്റെ അടിവരയിടുക എന്ന വളരെ എളുപ്പകരമായ അല്ലെങ്കിൽ വളരെ അദ്ദേഹത്തിന് സംഗീതം അറിയാവുന്നത് കൊണ്ട് സംഗീതത്തിൻ്റെതായ ഒരു അടിവരയിടാൻ സാധിച്ചു. ആ ഉദ്യമം ഫലവത്തായി എന്നുള്ളതാണ് സത്യം. ഈ ഗാനം അവസാനിക്കുന്നിടത്ത് ഒരു കോടി ജന്മത്തിൻ സ്നേഹസാഫല്യം നിൻ ഒരു മൃദുസ്പർശത്താൽ തേടുന്നു ഞാൻ എന്നാണ് അവസാനിക്കുന്നത്. ഒരു കോടി ജന്മത്തിൻ സ്നേഹസാഫല്യം എന്നെഴുതാൻ ഒരു കവിക്കേ കഴിയൂ, സംശയമില്ല. ONV സാറ് ജന്മാന തന്നെ കവിയായത് കൊണ്ടാണ് അങ്ങനെ എഴുതിയത്. ഇന്നത്തെ പല പാട്ടുകളുടെയും സവിശേഷതകളെക്കുറിച്ചും അല്ലെങ്കിൽ ഇന്നത്തെ പല പാട്ടുകളുടെയും വികലമായ അവസ്ഥയെക്കുറിച്ചും ഒന്നും ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നില്ല. ഒരു കോടി